ലെസ്ലീസ് ബൊട്ടാനിക്കൽ ക്രിസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പറയുന്നത് സൂര്യപ്രകാശം പോലെ തിളങ്ങുന്ന മനോഹരമായ ഈ ചെടിയെക്കുറിച്ചാണ്. കൊറിയോപ്സിസ് അല്ലെങ്കിൽ ടിക് സീഡ് പ്ലാന്റ് എന്നും അറിയപ്പെടാറുണ്ട്. ഇവൾ ഒരു സൺ ലവിംഗ് ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ്. എന്നിരിക്കലും എക്കാലവും ഇവൾ പൂതരും. മഴയായാലും ഇവൾ പൂത്തുലഞ്ഞു നിൽക്കും. അങ്ങനെ പറയത്തക്ക പരിചരണങ്ങളൊന്നും ഇവൾക്ക് ആവശ്യമില്ല. വെറുതെ നീർവാർച്ചയുള്ള മണ്ണിൽ നട്ടേച്ചാൽ മതി. നിറയെ തൈകൾ പൊട്ടിയും പൂവ് മൊട്ടുകൾ വിരിച്ചും ഇവൾ നമ്മളെ വിസ്മയപ്പെടുത്തും. ദേ, ഒറ്റ ചെടിച്ചട്ടിയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂക്കളും പൂമൊട്ടുകളുമാണ് ഇവയെല്ലാം. എന്ത് മനോഹരമാണ്, എന്ത് സുന്ദരികളാണ്. പല ഭാവത്തിലും നമുക്ക് ഇവളെ കാണാൻ പറ്റും കേട്ടോ. അതായത് ഒരുപാട് വെറൈറ്റീസുകളുണ്ട് ഈ ഒരു സ്പീഷീസിൽ തന്നെ. അതിൽ ഒരു വെറൈറ്റിയാണ് ഇവൾ. സിംഗിൾ പെറ്റലുള്ള മഞ്ഞ നിറത്തിലുള്ള കൊറിയോപ്സിസ്. വളരെ മനോഹരിയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡബിൾ പെറ്റലുണ്ട്. ഇതിൻ്റെ നിറത്തിൽ വ്യത്യാസങ്ങളുള്ള മറ്റ് കൊറിയോപ്സിസ് ചെടികളുമുണ്ട്. ചുവപ്പിൽ മഞ്ഞ, ചുവപ്പും മഞ്ഞയും കൂടി കലർന്നത്, ഒരു സ്ലൈറ്റ് ഓറഞ്ച് കളറുകൾ, അങ്ങനെ പല വർണ്ണത്തിലും ഇവൾ ലഭിക്കാറുണ്ട്. ഇവളെ നമുക്ക് ഗ്രൗണ്ട് കവറിംഗ് ആയിട്ടും അതേപോലെ തന്നെ ബോർഡർ പ്ലാന്റ് ആയിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇവളെ നമുക്ക് വിത്തുകൾ പാകിയും തൈകൾ മാറ്റി നട്ടും വളർത്തിയെടുക്കാം. ഞാൻ ഇവിടെ ഇപ്പം ഒരു തൈ മാറ്റി നട്ട് കാണിക്കാം. ദേ, ഇങ്ങനെയുള്ള 2 ചെറിയ തൈകൾ മാത്രം മതി കേട്ടോ. നമുക്ക് ഇതിൽ നിന്നും നിറയെ തൈകൾ പൊട്ടിമുളച്ച് ഉണ്ടായിക്കോളും. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തൈകൾ മാറ്റിയും വിത്തുകൾ പാകിയും നടാമെന്ന്. തൈകൾ മാറ്റി നടുന്നതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം കേട്ടോ. നിറയെ തൈകൾ വന്ന് നിറയും. ഒന്നുമില്ല, മണ്ണും മണലും ചാണകപ്പൊടിയും സമമായിട്ട് എടുത്ത് താണ്ടേ നട്ടും കഴിഞ്ഞു. ഞാൻ നട്ട ആളെയാണ് നമ്മളിപ്പം ചട്ടി നിറച്ച് പൂവിട്ട് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ എങ്ങനെ, നിങ്ങളും നടുവല്ലേ? ഹാപ്പി ഗാർഡനിങ്.